നാട്ടിലൊക്കെ ഈ ഇസ്ലാം അത്ര അങ്ങോട്ട് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില മുസ്ലിം പേരുകാരെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരു പുതിയ സംഭവമാണ്, അവരൊക്കെ ഒരു വലിയ സംഘാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇസ്ലാം കുടുംബത്തിൽ ജനിച്ച് മതമായിട്ടൊരു ബന്ധമില്ലാത്ത, പള്ളിയുടെ അകം അബദ്ധത്തിൽ പോലും കാണാത്ത കുറേ ആളുകൾ. അവർക്കൊക്കെ കൂടെ ഇപ്പോൾ ഒരു കോർഡിനേഷനായി എന്നതിനപ്പുറം ഒരു വലിയ മുന്നേറ്റം അവർ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കി എന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം ഇസ്ലാം അഭിമാനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അവരുടെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ച് കളഞ്ഞാലും അതിൽ നിന്ന് മാറാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് അവൻ്റെ ബോധ്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ എക്സുകളൊക്കെ ഉണ്ടാവുന്നത്? മതമെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി മനുഷ്യനെ നിയന്ത്രിക്കുന്നു, അതിലൊരു തർക്കമില്ല, അതിൽ എക്സ്ക്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ തന്നെ ഈ യൂട്യൂബ് ചാനലുകളിലൂടെ മതത്തെ വിമർശിച്ച് പണം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു മുൻ ഡോക്ടർ, അവനെപ്പോലെയുള്ള കുറേ ആളുകളൊക്കെ മതത്തിൽ നിന്ന് പോകുന്നതിൻ്റെ ന്യായം പറയുന്നത് എന്താ? പല വൃത്തികേടുകളും മതം അനുവദിക്കണില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു തലത്തിലേക്ക് എൻ്റെ പ്രസംഗം കൊണ്ടുപോകല്ല. വിശുദ്ധമായൊരു നിമിഷത്തിൽ കുറേ നല്ല തഖ്വയുള്ള മഹാന്മാരെ സാക്ഷി നിർത്തി ഈ പള്ളി മെഹ്റാബിൻ്റെ മുമ്പിൽ ഇതൊരു വിമർശന പ്രസംഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതൊരു മോശമായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഈ നമുക്ക് മറ്റ് ഇസ്ലാമിൻ്റെ ഈ യഥാർത്ഥ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെ നിരവധിയായി പറയാനുണ്ട്. ഒരു 2 മണിക്കൂർ 4 മണിക്കൂറുകൊണ്ടൊന്നും തീരാത്ത വിധം നമ്മുടെ മുമ്പിൽ അതുണ്ട്. പിന്നെ നമ്മളങ്ങോട്ട് കടക്കണ്ടല്ലോ. എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ്, ഇവരെല്ലാവരും കൂടെ മതത്തെ എതിർക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ തുടങ്ങുന്നത് 2009 മുതലാണ്. അന്നാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന മതവിരുദ്ധരുടെ ഏറ്റവും വലിയ പ്രവാചകൻ അല്ലെങ്കിൽ നേതാവായി അവർ വാഴ്ത്തുന്ന ലണ്ടൻകാരൻ്റെ ദി ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിഭ്രാന്തികൾ എന്ന പുസ്തകം കേരളത്തിലേക്ക് നാസ്തികനായ ദൈവം എന്ന പേരിൽ ഈ കാണുന്ന ടീംസിൻ്റെ വലിയ നേതാവ് പരിഭാഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അതിൻ്റെ പ്രചരണാർത്ഥം അയാൾ കേരളത്തിലുടനീളം 2010 മുതൽ ശാസ്ത്ര കോൺഫറൻസുകൾ നടത്തി. അപ്പോൾ ശാസ്ത്രമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോണത് എന്ന് ശാസ്ത്രമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തവർ പറഞ്ഞുകൊണ്ടിരുന്നു. ചില ആളുകളൊക്കെ ഇതൊരു നല്ല ചാൻസാണ്, സന്ദർഭമാണെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, മതം മനുഷ്യനെ നിയന്ത്രിക്കും, സമ്പൂർണ്ണമായി അവനെ വിമുലീകരിക്കും. മതത്തിന് ധർമ്മമേ പറ്റൂ, സത്യമായി ജീവിക്കാനേ മതം സമ്മതിക്കൂ. അതല്ലാത്ത വൈകൃതങ്ങളും വഴികേടുകളും മതം അംഗീകരിക്കുകയേയില്ല. നേരെ മറിച്ച് താന്തോന്നിത്തം കാണിക്കണമെന്ന് വിചാരിക്കുന്നവർ, എങ്ങനെയെങ്കിലും ഈ ജന്മത്തെ ആർഭാടപൂർവ്വം കൊണ്ടു നടക്കണമെന്ന് വിചാരിക്കുന്നവർ, ധർമ്മനിഷ്ഠമായ ജീവിതത്തിന് തീരെ താല്പര്യമില്ലാത്തവർ, സ്വന്തം മകളെയും ഉമ്മയെയും അതേപ്രകാരം സഹോദരിയെയും ലൈംഗിക ബന്ധം നടത്തുന്നത് നല്ല കാര്യമാണെന്ന് സിദ്ധാന്തിക്കുന്നവർ. ഞാൻ കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ടൗണിൻ്റെ ഇത്തിരി അപ്പുറത്താണ് 2 വർഷം മുന്നേ ലിറ്റ്മസ് എന്ന പേരിൽ ഇത്തരം ആളുകളുടെ ഒരു വലിയ പ്രചാരണം നടത്തി കൊട്ടിഘോഷിച്ച പരിപാടി നടന്നത്. അവരുടെ നേതാവാകുന്ന കോട്ടയത്തുകാരൻ അവിടെ എടുത്ത പ്രധാനപ്പെട്ട ക്ലാസ് ഇൻസിസ്റ്റിൻ്റെ പ്രത്യേകതകളായിരുന്നു. എന്താ ഇൻസിസ്റ്റ്? മലയാളം പറഞ്ഞാൽ കുറച്ചുകൂടെ സങ്കീർണമാണ്. അഗമ്യഗമനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത രക്തബന്ധമുള്ള സ്വന്തം മാതാവിനെയും പുത്രിയെയും സഹോദരിയെയും ലൈംഗിക ബന്ധം നടത്തുന്നതിൻ്റെ പ്രത്യേകതകളും പോരിശകളും ഒരു മനുഷ്യന് അതിനുള്ള അവകാശങ്ങളെയും കുറിച്ച്. ഇത് കേരളത്തിൽ മുളച്ചു വരുന്നൊരു ആദർശമൊന്നുമല്ല. ഈ ടീമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് പീറ്റർ സിംഗറിൻ്റെ ദി പ്രാക്ടിക്കൽ എയ്ത്തിസം എന്ന പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒന്ന് ഇതാണ്. പിന്നീട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രസംഗം അതിലൂടെ തന്നെ പോകേണ്ടി വരും. പ്രധാനമായി അയാൾ പറയുന്ന ഒന്ന്, വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നുകളയണമെന്നാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എവല്യൂഷനെ കുറിച്ച്, പരിണാമത്തെക്കുറിച്ച്. ഈ പരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം തന്നെ ഈ പ്രകൃതി നിർദ്ധാരണം അല്ലേ, ആ സംഭവമാണ്. പ്രകൃതി നിർദ്ധാരണം പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ എന്തൊക്കെ വെല്ലുവിളികളുണ്ടോ അതിനൊക്കെ നേരിടാനുള്ള ശക്തിയുള്ള സ്പീഷീസ്, ജീവിവർഗമേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്തവർ ഇടയ്ക്ക് വെച്ച് നാശമായി പോകുന്നതാണ്. അപ്പോൾ വികലാംഗനാകുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പറയണത്. ബസ്സിൽ ആ കുട്ടിക്ക് തിരക്കാൻ പറ്റില്ല. സ്കൂൾ കുട്ടികളെല്ലാവരും കയറിയാലും ആ കുട്ടി ബാക്കിയാവും. ജീവിതത്തിൽ ഉടനീളം ആ കുട്ടി പറകിലായിരിക്കും. അപ്പോൾ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന നാച്ചുറൽ സെലക്ഷൻ ആ കുട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആദ്യമേ അതിനെ കട്ട് ചെയ്യണമെന്നാണ് അവർ സിദ്ധാന്തിക്കുന്നത്.
ഇതെന്ത് മാനവികമാണ്? ഇതെന്ത് സ്നേഹത്തിൻ്റെ ദർശനമാണ്? വെറും താന്തോന്നിത്വവും സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഇവരൊരു സംഘരൂപം സ്വീകരിക്കുന്നു. അപ്പോൾ ഇയാളൊക്കെ സിദ്ധാന്തിക്കുന്ന ഇയാളുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഇൻസിസ്റ്റ്. അത് നമ്മുടെ കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടി നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാകുന്ന കോഴിക്കോട് വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. പലയിടങ്ങളിൽ അവരത് വിശദീകരിച്ചു. എന്ന് മാത്രമല്ല 2006 ഇറങ്ങിയ അവരുടെ യുക്തിചിന്ത പോലെയുള്ള പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് ന്യായീകരിച്ച് ലേഖനങ്ങൾ വന്നു. എന്ന് മാത്രമല്ല, എവല്യൂഷൻ പരമായി, പരിണാമപരമായി ഒരു പുരുഷൻ്റെ ദൗത്യം എന്താണ് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പരമാവധി അവൻ്റെ പ്രജനന വസ്തുവിനെ സ്ത്രീകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന്. ഡെക്കറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ പരമാവധി സ്ത്രീകളെ വ്യഭിചരിക്കുക എന്ന്. ഈ ആവശ്യാർത്ഥം റേപ്പ് ചെയ്യാൻ പറ്റുമെന്നവർ ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. കാരണം മനുഷ്യനെന്ന സ്പീഷീസ് നിലനിൽക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുടുംബം എന്നൊക്കെ പറയുന്ന പരിമിതമായൊരു വൃത്തത്തിൽ ഇത് നടന്നാൽ പറ്റൂലേ? പുരുഷൻ്റെ പരിണാമപരമായ ലക്ഷ്യം എന്താണ്? അവൻ്റെ ജനിതക പദാർത്ഥം പരമാവധി സ്ത്രീകളിലേക്ക് എത്തിക്കുക, സന്നിവേശിപ്പിക്കുക, ഇഞ്ചക്റ്റ് ചെയ്യുക. ഈ ആവശ്യാർത്ഥം ഒരു പെണ്ണ് സമ്മതിക്കണില്ലെങ്കിൽ അവളെ റേപ്പ് ചെയ്യുന്നത് പോലും ഈ ഒരു ലക്ഷ്യത്തിന്, എന്ന് വെച്ചാൽ ഈ സ്പീഷീസിനെ, മനുഷ്യവർഗത്തെ തുടർത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി സംഗതമാണെന്ന് അവർ സിദ്ധാന്തിക്കുന്നു. ഈ വൃത്തികേടുകൾ മൊത്തം ഒരു സംഘടിത രൂപത്തിൽ ചെയ്യാനുള്ള സാധ്യത ഉൾക്കൊണ്ടുകൊണ്ടാണ് കുറേ ആളുകളൊക്കെ ഞങ്ങൾ ആണെന്ന് പറയുന്നത്. അല്ലാതെ മതത്തെക്കുറിച്ച് പഠിച്ചില്ല, മതത്തിൻ്റെ ആദർശങ്ങളും മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടാണ് മതം ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അത് ബോധപൂർവം വിസ്മരിച്ചു. എന്തിന്? അവരുടെ താന്തോന്നിത്ത ജീവിതത്തിന് വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്കുക ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രസക്തി. ഞാനൊരു 10-15 കാര്യങ്ങൾ ഇന്ന് സംസാരിക്കണമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ വിശദീകരണം ഇല്ലാതെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും നമ്മൾ ആലോചിച്ച് നോക്കുക. മനുഷ്യന് അത് നൽകുന്ന ആശ്വാസം എത്രയാണ്? നമുക്കത് പിന്നീട് സംസാരിക്കണം. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകുമ്പോഴും മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സൊസൈറ്റിയിലാണ് ഏറ്റവും കുറഞ്ഞത് ആത്മഹത്യയുള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? സർവശക്തനാകുന്ന ഇലാഹിനെ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകളുണ്ട്. എല്ലാ വർഷവും അവരായിരിക്കും അത് 2, 3, 4 സ്ഥാനത്ത്. സ്വീഡനെ പോലെയുള്ള, ഡെൻമാർക്കിനെ പോലെയുള്ള, നോർവേയെ പോലുള്ള നാടുകൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണ്. പിന്നെ എങ്ങനെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇവർ മേലെത്തുക എന്നുള്ളതൊരു വിചിത്രമായിട്ട് തോന്നും നമുക്ക്. അവരോട് ചോദ്യമാണ്, നിങ്ങൾക്ക് സുലഭമായി സ്ത്രീകളെ ലഭ്യമാണോ? നോക്കിയാണെന്ന് പറയും. കാശിട്ടാൽ ഏത് മദ്യവും നിങ്ങൾക്ക് ഈ മദ്യത്തിൻ്റെ ഈ മെഷീനിൽ നിന്ന് കിട്ടുമെന്ന് ചോദ്യം വരും. അതേന്ന് പറയും. അപ്പോൾ ഏറ്റവും നല്ല മാനസികവും സന്തോഷപരവുമായ ജീവിതം അവരാ നയിക്കുന്നത് എന്ന് തീരുമാനമാകും. പക്ഷേ അവർ ഉൾക്കൊള്ളുന്ന ആത്മസംഘർഷത്തിൻ്റെ, നിരാശയുടെ ഫലമാണ് ലോകത്തെ ഏറ്റവും വലിയ ആത്മഹത്യ നടക്കുന്ന നാടുകളിലും അവർ മുന്നിൽ വരുന്നത്. അല്ലാതെ മനസ്സിന് യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ഒരാൾക്ക് അത് സംഭവിക്കില്ല. ഈ വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചെയ്തുകൊണ്ട് അംഗീകരിക്കുന്നൊരു കാലമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില്ലറ സംഭവമല്ലത്. അതൊക്കെ അവനവൻ്റെ ഭാഗ്യമാണെന്നാണ്. കോളേജ് വിദ്യാർത്ഥിനി പോലും അവരുടെ ചെസ്റ്റിൽ എഴുതി വെക്കുന്ന, ടീഷർട്ടിൽ എഴുതി വെക്കുന്നത് എന്താണ്? വെർജിനിറ്റി ഈസ് നോട്ട് എബിലിറ്റി എന്നാണ്. കന്യകത്വം ഒരു യോഗ്യത ഒന്നുമല്ല എന്നാണ്. പിന്നെയോ അത് അവസരം ലഭിക്കായ്മ മാത്രമാണ്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ 2-3 പ്ലംബർമാർ ഈയിടെ ഒരു വീഡിയോ പുറത്തിറക്കിയത്. എന്തായിരുന്നു ആ വീഡിയോയുടെ പ്രമേയം? അവർ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ഈ ബാത്റൂമിലെ വേസ്റ്റ് വെള്ളം ബ്ലോക്കായത് പരിഹരിക്കാൻ പോയപ്പോൾ അവരത്ഭുതപ്പെടുത്തിയ സംഭവം എന്തായിരുന്നു? എങ്ങനെ ബ്ലോക്ക് വന്നത്? അവർ അത് പറയാൻ എന്നെ അനുവദിക്കുക. ഇത്തിരി ഒരു വൃത്തികെട്ട വർത്താനാണത്. എന്നാലും ഞാനത് പറയട്ടെ. മതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മറുവശം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. 3 ചാക്ക് നിറച്ച് യൂസ്ഡ് കോണ്ടം തോണ്ടിപ്പെറുക്കി വെച്ചിട്ട് അതാണ് അവർ വീഡിയോയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 3 ചാക്ക് യൂസ്ഡ് കോണ്ടം, ഗർഭനിരോധന ഉറകൾ, ഇതൊന്നിച്ച് കൂട്ടി വെച്ചിട്ട് അതെടുത്തിട്ടാണ് അവർ പറയണത് എങ്ങനെ ബ്ലോക്ക് വരാതിരിക്കുക എന്ന്. ഫുള്ള് കോരിയിട്ടില്ല എന്നാണ് അവർ ആ ഹിന്ദി വീഡിയോയിൽ പറയണത്. വെള്ളം തൽക്കാലം ഒഴിഞ്ഞു പോകാൻ മാത്രമേ ഞങ്ങൾ കോരിയിട്ടുള്ളൂ. കോരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് കണക്കിന് വരുമെന്നാണ് അവർ പറയണത്. എങ്ങനെയാണ് ഒരു
ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൽ ഇത്രത്തോളം കോണ്ടെത്തിച്ചേർന്നത്? ഇവിടെ ഒരു സമരം നടന്നു വിൻ്റർ ഒളിമ്പിക്സിൽ ഈ റമദാനിൻ്റെ 4-5 ദിവസം മുന്നേ. അവിടുത്തെ സംഘാടകരുടെ പഴവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു സമരം. ആരൊക്കെയായിരുന്നു? അത്ലീസുകൾ, അവരുടെ ഡോക്ടർമാർ, കോച്ചുകൾ, അവരുടെ ഫിസിക്കൽ ട്രെയിനിമാർ, അങ്ങനെ ആ ഒരു ഗെയിംസ് വില്ലേജിലുള്ള ആളുകളെല്ലാവരും കൂടെ പ്രക്ഷോഭം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാവോ? 20,000 പാക്ക് കോണ്ടമേ വിതരണം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതൊരു ദിവസം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം 2 ലക്ഷം പാക്ക് വിതരണം ചെയ്തായിരുന്നു എന്നും പറഞ്ഞിട്ട് രേഖകളുണ്ട്. പൊതുപത്രങ്ങൾ, വിദേശ മാധ്യമങ്ങളൊക്കെ പ്രാധാന്യത്തോടു കൂടെ റിപ്പോർട്ട് ചെയ്തു. അത് 2 ലക്ഷം പാക്ക് കഴിഞ്ഞ വർഷം വിതരണം ചെയ്തിരുന്നു. ഈ സംഘാടകർ തീരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് 20,000 വന്നുള്ളൂ. അത് ദിവസത്തിന് തികഞ്ഞില്ല എന്ന്. കൊറോണയുടെ ആ ഒരു സാമൂഹിക അകലം മുഴുവനായി ഒഴിവാക്കാത്തൊരു കാലത്താണ് വേൾഡ് ഒളിമ്പിക്സ് ജപ്പാനിൽ വന്നത്, ടോക്കിയോയിൽ. അവർ ജപ്പാൻകാരാണല്ലോ. ഒരാളുടെ കട്ടിലിൽ മറ്റൊരാൾ കയറിയാൽ 2 പേരെയും താങ്ങാൻ കഴിയാതെ പൊട്ടി വീണ കട്ടിലാണ് അവർ സംഘടിപ്പിച്ചത്. എന്തിനായിരിക്കും ഇത്? സാമൂഹിക അകലം പാലിക്കണം. ഒളിമ്പിക്സ് വില്ലേജിൽ എന്ത് നടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സംഘാടകർക്കും അറിയാം, പത്രക്കാർക്കും അറിയാം, പുറത്തുള്ളവർക്കും അറിയാം. അപ്പോൾ അവരൊരു ഐഡിയ ചെയ്തതാണ്. ഒരാളുടെ ബെഡിൽ വേറെ ആൾ കയറിയാൽ അത് പൊളിഞ്ഞു കിടും. പിന്നെ അവർക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയില്ല. സർവീസിന് ആൾ വരണം. എന്നിട്ടോ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം പറയുന്നില്ല. നമ്മുടെ ഇന്ത്യയിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ഇതിൻ്റെ മുന്നേ നടന്നത്. 15 ക്വാണ്ടം വെണ്ടർ മെഷീൻ സ്ഥാപിച്ചു. 5 രൂപയുടെ കോയിൻ ഇട്ടാൽ 15 എണ്ണം കണ്ടു വരും. 1 മണിക്കൂർ കൊണ്ട് മൊത്തം തീർന്നു എന്നുള്ള വാർത്തയും നമ്മൾ വായിച്ചു. കോമൺവെൽത്ത് അല്ല, ശരിക്കും ക്വാണ്ടം വെൽത്ത് ഗെയിംസ്. ഇത് സമൂഹം അംഗീകരിക്കുന്നതാണെന്ന്. ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ലാ തഖ്റബുസിന ഇന്നഹു ഫാഹിഷ എന്ന് പറയണ മതത്തോട് ചെറിയ ഈർഷ്യത വരിക സ്വാഭാവികം. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങളിവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? വിശുദ്ധിയെ കാക്ഷിക്കുന്നവർക്കാണ് മതം പ്രാധാന്യമുള്ളത്. താന്തോന്നിത്തം മാത്രം വിചാരിക്കുന്ന ആൾക്ക് പിന്നെ ഇസ്ലാം വലിയ സംഭവമൊന്നുമല്ല എന്നല്ല, അവർക്ക് വിദ്വേഷം വരും. കാര്യം അവരുദ്ദേശിക്കണ ലോകം അംഗീകരിക്കുന്ന, ലോകം സൗജന്യമായി കോണ്ടം വിതരണം ചെയ്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങളോട് അടുക്കരുത് എന്നാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമാണ് അന്യസ്ത്രീയെ നോക്കാൻ പാടില്ലെന്ന് പറയുന്നത്, അവളോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ലെന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അല്ലെങ്കിലും, ജയിച്ചാലും അല്ലെങ്കിലും അന്യപുരുഷനും സ്ത്രീയും കൈ പിടിച്ച് ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് പറയണത്. എന്നല്ല, സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ 4-5 പെണ്ണുങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് ഹഗ് ചെയ്ത് മുത്തം കൊടുക്കരുതെന്ന് പറയണത്. പെണ്ണും ആണും അന്യരാണെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറയണത്. ഇത്രമേൽ സൂക്ഷ്മവും വിശുദ്ധവുമായി ജീവിക്കാൻ പറയുന്ന ഒരു ആദർശത്തെ നേരത്തെ ഞാൻ പറഞ്ഞ ടൈപ്പിലുള്ള ടീമിന് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് അവർ എക്സാന്ന് പറയും. മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ല. ആദർശത്തെക്കുറിച്ചുള്ള ബോധമോ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു ദർശനം, നമുക്ക് ചാലഞ്ച് ചെയ്ത് പറയാം, ഏതെങ്കിലും ഒരു ദർശനം, അത് മനുഷ്യൻ ഏതെങ്കിലും തലത്തിൽ ഉപദ്രവമായതുകൊണ്ടോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപൂർണമാണ്. സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വാക്യത്തിൽ ഹബീബായ നബി തങ്ങളുടെ ദീനീ ദഅവത്തിൻ്റെ ചില സാമ്പിളുകൾ കൊടുക്കുന്നുണ്ട്. യുഹില്ലു ലഹുമു ത്വയ്യിബാത്തി, അള്ളാഹുവിൻ്റെ റസൂൽ നന്മ അനുവദിക്കുന്നു. വേറെ രീതിയിൽ ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചത് മൊത്തം നന്മയായിരുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബാഇസ്, വൃത്തികേടുകളാണ് റസൂലുള്ളാഹി വിരോധിച്ചത്. എല്ലാ വൃത്തികേടുകളെയും മതം വിരോധിക്കുന്നു. അപ്പോൾ വൃത്തികേടുകളെ കാക്ഷിക്കുന്ന ഒരാൾക്ക്, താല്പര്യപ്പെടുന്ന ഒരാൾക്ക്, മദ്യപിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക്, പരസ്യമായിട്ട് തന്നെ ഇതൊക്കെ വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും മതത്തോട് ചെറിയൊരു കുറവ് വരും. ഇതിനപ്പുറം ഇസ്ലാം അഭിമാനമാണ് എന്ന നമ്മുടെ പ്രഭാഷണ ആ ഒരു തലക്കെട്ടിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ളൊരു സംശയം ജനിപ്പിക്കാൻ ഭൂലോകത്തൊരാൾക്കും സാധ്യമല്ല. ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നത്, കടം വന്ന് മുട്ടുമ്പോഴും അവൻ പിന്നെയും ജീവിക്കാൻ ശ്രമിക്കുന്നത്, അവൻ്റെ മക്കൾക്ക് രോഗം വരുമ്പോൾ ക്ഷമാപൂർവം അതിനെ കൈകാര്യം ചെയ്യുന്നത്, അക്രമങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ പിന്നെയും ജീവിതത്തെ മനോഹരമായി കെട്ടിപ്പടുക്കാൻ അവന് സാധിക്കുന്നത് ഈ ദൈവവിശ്വാസം കൊണ്ടാണ്. വലൈസദാലിക ഇല്ലാലിൽ മുഅ്മിനെന്ന് ഹബീബായ റസൂൽ തങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യനെ ഇത് സാധ്യമുള്ളൂ എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതാണ്.
ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഏത് നിർജ്ജന ശൂന്യതയിലും ആരാരുമില്ലാത്തടത്തും ഒരു മുസ്ലിമായ മനുഷ്യൻ ധർമ്മനിഷ്ഠനാകുന്നത്. ഇവിടെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ഒരു മരം വെട്ടുകാരൻ മാവ് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാക്കക്കൂടിൽ നിന്ന് 2 പവൻ ഘനമുള്ള ഒരു റിങ് കിട്ടുന്നത്. അയാളത് സ്വർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട്. സ്വർണ്ണമാണെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ ആൾ ബേജാറാകാൻ തുടങ്ങി. അയാളൊരു മാർഗം കണ്ടുപിടിച്ചത്, ആ നാട്ടിൽ സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ അയലുകാരെ കണ്ടുപിടിച്ചിട്ട് പ്രസിഡൻറ്റിനെ സെക്രട്ടറിയെ കണ്ടിട്ട്, ഇതെനിക്കിങ്ങനെ മരം വെട്ടിയെടുത്തുനിന്ന് കിട്ടിയതാണ്, കാക്കക്കൂട്ടിൽ നിന്ന് കിട്ടിയതാണ്, ഇതിൻ്റെ ഉടമസ്ഥയെ കണ്ടുപിടിച്ച് നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം അവരെ കയ്യിൽ അത് നൽകി അദ്ദേഹം പോകുന്നു. 1.5 ആഴ്ച അന്വേഷിച്ചിട്ടാണ് ആ ക്ലബിൻ്റെ പ്രവർത്തകർക്ക് പാവപ്പെട്ട ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ആറ്റുനോറ്റൊരു വള വാങ്ങിയതായിരുന്നു അവർ. പാത്രം കഴിക്കണ സമയത്ത് അഴുക്കാവരുതെന്ന് കരുതിയിട്ട് അത് ഊരി വെച്ചു. പക്ഷേ കാക്ക അത് കൊത്തിക്കൊണ്ട് പാറി. അവർ പിറകെ ഓടി നോക്കി, പക്ഷേ വീണ് മുറിവായത് മിച്ചം കിട്ടിയില്ല. 2 വർഷം മുന്നേ അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഈ മനുഷ്യൻ മാവ് വെട്ടാൻ വരുന്നത്. അയാളുടെ യാദൃച്ഛികമായി കാക്കയുടെ കൂട് പൊളിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഈ സാധനം കിട്ടുന്നത്. അയാൾ ഹെൽപ്പറായിട്ടുള്ളത് സ്വന്തം ഭാര്യയാണ്. 2 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ പെണ്ണിനെ പോലും അറിയിക്കാതെ ആ മനുഷ്യന് ആ 2 പവൻ്റെ ആഭരണം സ്വന്തമാക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് ആ പാവപ്പെട്ടവൻ്റെ കയ്യിലെത്തിയത്. പക്ഷെ അതോടുകൂടി അദ്ദേഹം ബേജാറാവുകയാണ്. ആരും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ വളയുടെ ഉടമസ്ഥയാകുന്ന സ്ത്രീ പോലും അത് മറന്നിട്ട് കാലങ്ങളായി. വള അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ആൾക്കത് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം പ്രവർത്തിച്ചപ്പോൾ, ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും എനിക്ക് കുറേ സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിലും ഏതോ ഒരു സ്ത്രീയുടെ ഈ ഒരു ആഭരണം എനിക്ക് പറ്റില്ലെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിഞ്ഞു. ഇത് ഭൗതികമായ ഒരു ആദർശം കൊണ്ട് ലഭ്യമാകുന്നതേ അല്ല. നമ്മൾ പോലീസ് ഉണ്ടെന്ന് കരുതിയിട്ട് ധാർമ്മികത പാലിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്കത് പാലിക്കണമെന്നില്ലെന്ന് വരും. CCTV നോക്കിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണതെങ്കിൽ CCTV ഇല്ലാത്തിടത്തോ അതിനെ മറികടക്കാൻ നമ്മളെടുത്ത് സംവിധാനമുള്ളപ്പോഴോ നമുക്ക് ധാർമ്മികത പാലിക്കേണ്ടെന്ന് വരും. നേരെ മറിച്ച് ഹൃദയങ്ങളുടെ ഉള്ളിലുള്ള സ്വകാര്യമായ ചിന്തകൾ മുതൽ നമ്മുടെ കണ്ണിൻ്റെ വളരെ രഹസ്യമായ നോട്ടം വരെയും കൃത്യമായി അറിയുന്ന റബ്ബുണ്ടെന്ന ബോധം മനുഷ്യനിൽ അങ്കുരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സത്യസന്ധൻ അവനായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മനിഷ്ഠ ജീവിതം നയിക്കുന്നവനവനായിരിക്കും. ആർക്കും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഭൗതികമായ ഒരു പ്രലോഭനങ്ങളും ഈ ഒരു ആദർശത്തിൽ നിന്ന് മാറാൻ അവനെ അനുവദിക്കുകയേയില്ല. അതുകൊണ്ടാണ് ഈ ഇബാദത്തുകൾ, അള്ളാഹുവോടുള്ള ബന്ധം ഇടയ്ക്കിടെ നമ്മിൽ ഊട്ടിയുറപ്പിക്കാനാണ് നിസ്കാരം പല സമയങ്ങളിലായി നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. സുബൈക്ക് പള്ളി കയറിയിട്ട് 5 വക്തും കൂടി ഒന്നിച്ച് ജാമാക്കാൻ പറ്റൂല. എന്തുകൊണ്ട് പാടില്ല? നമ്മൾ നിസ്കാരം വഴി റബ്ബിലേക്ക് എത്തിച്ചേരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമൊക്കെ നിറഞ്ഞ് സത്യസന്ധമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതിജ്ഞകളൊക്കെ പുതുക്കി പുറത്തു പോരുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായും അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് കിടക്കും. കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും മറ്റ് ജോലികളിലേക്കും കിടക്കും. ഈ ഒരു വിചാരം, ഈ ഒരു ചൈതന്യം അവനിൽ നിന്ന് ഇത്തിരി ലോപം വരും. അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോഴേക്കും അടുത്ത നിസ്കാരം വരണം. അവൻ റീഫ്രഷ് ആവണം. അവൻ്റെ മനസ്സിനെ അവൻ റീസെറ്റ് ചെയ്യണം. ആ ഒരു വിചാരം കുറഞ്ഞു വരുമ്പോഴേക്കും അടുത്ത നിസ്കാരം വരും. ഇതിനെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സുന്നത്തുകൾ വരും. നോമ്പ് പോലെയുള്ള അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർമ്മ നിലനിൽക്കുന്ന, വിശപ്പ് ഇങ്ങനെ പൊന്തുമ്പെന്നോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം വരുന്ന ആരാധനകൾ വേറെയും അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിക്കുന്നത് അതിനാണ്. അതുകൊണ്ടാണല്ലോ നോമ്പിനെ സ്നേഹപൂർവ്വം നമ്മളൊക്കെ ഏറ്റെടുത്തത്. ഇതിൽ സാമ്പത്തികമായി രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സ്വകാര്യ ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും ഇത് കാണുമായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. പക്ഷേ എന്തിനാ നമ്മൾ ഭക്ഷണം പോയിട്ടൊരു തുള്ളി വെള്ളം ഇറക്കാതെ ഈ സമയം വരെ പിടിച്ചു നിന്നത്? ഇനി വൈകിട്ട് വരെ അത് തുടരുന്നത്? വർഷങ്ങൾ എല്ലാ മാസവും നമ്മളിത് സ്നേഹപൂർവ്വം അനുഷ്ഠിച്ചത്. കഴിഞ്ഞ വർഷം ഡെൻമാർക്കിലെ മുസ്ലിമീങ്ങളൊക്കെ 17-18 മണിക്കൂറായിരുന്നു നോമ്പെടുത്തത്.
അവിടെ രാത്രി വളരെ കുറവുള്ള സമയമായിരുന്നു. പക്ഷേ ആ നോമ്പ് കാലം അവർ ആഘോഷിക്കുക ചെയ്തത്. അവർ നമ്മൾ റബീഉൽ അവ്വലിന് കാണിക്കുന്നത് പോലെ അങ്ങാടിയിലൊക്കെ അരങ്ങ് തൂക്കി മാല ബൾബിട്ടു. അവരത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മാത്രം ഇതിന് സാധിക്കണത്? അതാണ് അവൻ്റെ ആത്മാർത്ഥത. അവൻ അള്ളാഹുവിനോട് അടുക്കുകയാണ്. അള്ളാഹുവിനോടുള്ള ബന്ധവും സ്നേഹവും കൂടിക്കൂടി വരുന്നതനുസരിച്ച് തീർച്ചയായും മനുഷ്യന് ഇത്തരം ആരാധനകളിലും പ്രയാസങ്ങളിലും ഒരഭിമാനം തോന്നുകയാണ്. അതുകൊണ്ട് ശാരീരികമായി എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ സംസാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നോമ്പെടുത്തുകൊണ്ട് എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തും വെച്ച് ജമാഅത്തായി നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയണത്. നിസ്കാരത്തിൻ്റെയോ നോമ്പിൻ്റെയോ മറ്റോ ശാസ്ത്രീയതയും അതുകൊണ്ടുണ്ടാകുന്ന ഭൗതിക ഗുണങ്ങളും പറയണത് ഈ ഒരു വേദിയിൽ മാനക്കേടാന്നാണ് എൻ്റെ അഭിപ്രായം. അത് എന്തുണ്ടാവട്ടെ, റബ്ബ് പറഞ്ഞു, അത് മാത്രമാണ് വിശ്വാസി ഇതിലൂടെ മുന്നോട്ട് പോകാനുള്ള കാരണം. അതുകൊണ്ടാണ് റാബിയത്തുൽ അദബിയെ പോലെയുള്ള വലിയ വിശ്വാസികളൊക്കെ റബ്ബെ സ്വർഗം കാംക്ഷിച്ചാണ് ഞാൻ അമല് ചെയ്യുന്നതെങ്കിൽ എനിക്കത് തടഞ്ഞു വെക്കണം എന്ന് പറയണത്. നരകത്തെ ഭയന്നാണ് ഞാൻ തെറ്റുകളിൽ നിന്ന് മാറി നിന്നതെങ്കിൽ എന്നെ നിർബന്ധമായും പിടിച്ച് അതിലിടണം എന്ന് പറയണത്. ഞാൻ നിന്നെ പ്രണയിച്ചതുകൊണ്ട്, നീ കൽപ്പിച്ചതുകൊണ്ട്, എനിക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ നീ ഒരുക്കി തന്നതുകൊണ്ട് നിന്നോടുള്ള കടപ്പാട് തീർക്കാനാണ് ആരാധന അർപ്പിക്കുന്നതെങ്കിൽ നീ സ്വർഗം തരികയാണെങ്കിൽ നല്ലത്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്ൻ, അവരുടെ താല്പര്യം സ്വർഗമല്ലായിരുന്നു. വലാ നൈലുൽ മഖാം, ഉന്നതമായ സ്ഥാനങ്ങൾ നേടലുമല്ലായിരുന്നു. പിന്നെ പടച്ച റബ്ബിനോടുള്ള അദമ്യമായ പ്രണയം കൊണ്ട് അവരെല്ലാ സാഹസങ്ങളെയും സഹിച്ചു. 18-19 മണിക്കൂർ കഴിഞ്ഞ വർഷം ഡെൻമാർക്കിലെ മുഅ്മിനീങ്ങൾ നോമ്പെടുത്തു. ഒരാൾ പോലും അത് കരുതിയിട്ട് നോമ്പൊന്നും മാറിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ എക്സാവാം എന്ന് ഒരാൾ പോലും തീരുമാനിച്ചില്ല. അതങ്ങനെയാണല്ലോ, ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തും പ്രശ്നമില്ലല്ലോ. ലൈലയെ പ്രണയിച്ച് അവസാനം ഇമ്രുൽ ഖൈസ് എന്ന അറബിക്കഥയിലെ നിത്യഹരിത പ്രണയ നായകന് അവരെ കിട്ടണില്ലല്ലോ. ഒരു രാജാവ് കെട്ടിക്കൊണ്ടുപോയി ലൈലയെ. രാജാവ് കെട്ടിക്കൊണ്ടുപോയി എന്ന് കരുതിയിട്ട് ആൾ പിന്നെ ആ പ്രണയം നിർത്തിയോ? ഇല്ല, ശരീരം ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇന്നൊക്കെ പ്രണയം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് അതിൻ്റെ ആളുകൾ തന്നെ വിശദീകരിക്കുന്നതും ദൈവത്തിൻ്റെ ചാരന്മാൽ പോലെയുള്ള പുതിയ പുസ്തകങ്ങളിൽ വിസ്തരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹം ആ പെണ്ണിനെ പ്രണയിച്ചു എന്നുള്ളതിനപ്പുറമൊന്നും ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങ് അകലെ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയതെൻ്റെ പ്രേയസിയെ തേടി അവളുടെ പേരും ഉറക്കെ പറഞ്ഞ് യാത്ര പോയത്. ദീർഘമായ ദൂരം. വഴി കൂടുന്നതനുസരിച്ച് ആൾക്ക് വലിയ സന്തോഷം തോന്നി. വല്ലാത്ത സന്തോഷം തോന്നി. നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ നടന്നു പോയ എൻ്റെ പാതകൾ എൻ്റെ കാലുകളെ, എൻ്റെ മനസ്സിനെ തണുപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അബൂ സലമ ഗോത്രക്കാർക്ക് മദീനപ്പള്ളിയുടെ തൊട്ടടുത്ത് ഒരു വസ്തു വാങ്ങാനുണ്ടെന്നും വീട് വയ്ക്കാൻ പറ്റുമെന്നും വിവരം കിട്ടിയപ്പോൾ ഹബീബായ റസൂൽ തങ്ങളോട് അവർ സമ്മതം ചോദിക്കണത്. ഞങ്ങൾ ആ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ വീട് വെക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തേ പ്രശ്നം? ഞങ്ങൾ ഈ മദീനയുടെ പ്രാന്തത്തുനിന്ന് വരണം, ദീർഘമായി നടക്കണം, ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റണില്ല. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വസ്തു കിട്ടുകയാണെങ്കിൽ, അവിടെ ഒരു വീട് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിൽ സജീവമായിട്ട് ഇടപെടാലോ എന്നവർ പറയുകയാണ്. ആസാറഹും എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൻ്റെ വചനം വിശദീകരിച്ച് ഇബ്നു കസീർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ഇപ്പോഴുള്ള അവിടെ തന്നെ ജീവിക്കാനാണ്. കാര്യം, നിങ്ങൾ ഇങ്ങോട്ടടുത്ത് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങളുടെ പാപം പൊഴിയുന്നു, പദവി കൂടിക്കൊണ്ടിരിക്കുന്നു. ആളെ സ്നേഹിച്ചത് കൊണ്ട് ദീർഘമായി നടക്കാൻ വേണ്ടി വന്നപ്പോൾ വഴി ചോദിക്കണ സമയത്ത് ഇനി ഇത്ര മൈലുകളുണ്ടെന്ന് ഓരോരുത്തർ പറയുമ്പോൾ ആൾക്ക് സന്തോഷം തോന്നി. അങ്ങനെ പോയി ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലെത്തി. കൊട്ടാരത്തിൻ്റെ വലിയ ഭേദിക്കാൻ കഴിയാത്ത മതിലിൽ തല്ലി ലൈലാന്നും വിളിച്ച് മറ്റേ ആൾ നടന്നു, ഇമ്രുൽ ഖൈസ് നടന്നു. കഥയുടെ അവസാനത്തിൽ ആളൊന്ന് പരീക്ഷിക്കാൻ, ആൾ തന്നെയാണോ എന്ന് അറിയിക്കാൻ വേണ്ടി ലൈല വൃത്തിയെ പറഞ്ഞയക്കുന്നുണ്ട്. എനിക്ക് രോഗം വന്നു, നിങ്ങളുടെ ഒരു പുരുഷൻ്റെ കാലിൻ്റെ മാംസം കൊണ്ടൊരു ട്രീറ്റ് ചെയ്താലേ അത് സുഖമാവുള്ളൂ എന്ന് വൈദ്യർ പറഞ്ഞിട്ടുണ്ട് എന്ന്. കേൾക്കേണ്ട താമസം തൻ്റെ കാലിൻ്റെ മസിൽ ഭാഗം മൊത്തം ചെത്തി ഈ ഇമ്രുൽ ഖൈസ് ആ വൃത്തിയുടെ കയ്യിൽ കൊടുത്തയച്ചു. ആളുകൾ കൂടി, നിനക്കൊരിക്കലും ലഭ്യമാവില്ലെന്ന് നിനക്ക് തന്നെ ഉറപ്പുള്ള ആ ഒരു പെണ്ണിന് വേണ്ടി നിൻ്റെ കാല് മുറുക്കിയെന്ന് ചോദിച്ചു അയാളോട്. ആളാ സമയത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട്, എനിക്ക് കാലുണ്ടെന്നും
ആ കാലിൽ മാംസം ഉണ്ടെന്നും അത് കത്തി കൊണ്ട് മുറിച്ചെടുത്താൽ കൈ പോരുമെന്നും എനിക്ക് മനസ്സിലായത് ലൈല ആവശ്യപ്പെട്ടപ്പോഴാണെന്നാണ്. അപ്പോഴെനിക്കത് മനസ്സിലാണത്. പിന്നെ അതൊരു ബോധമല്ലേ, ആ ഒരു ഉയരത്തിലേക്ക് ഞാൻ എത്തിയല്ലോ. പിന്നെ മാംസം കൊടുക്കുന്നതിന് എന്ത് പ്രശ്നം എന്നാണ് ആൾ ചോദിക്കണത്. അതുകൊണ്ടാണ് നേരം വെളുത്ത് വൈകിട്ട് വരെ നോമ്പെടുത്താലും 20 റക്അത്ത് തന്നെ സന്തോഷത്തോടെ തറാവീഹ് നിർവഹിക്കാൻ മുഅ്മിനീങ്ങൾ തയ്യാറാവണത്. ഒന്നുറങ്ങിയെന്ന് വരുത്തിയിട്ട് അവർ എഴുന്നേറ്റ് ഖുർആൻ പാരായണത്തിലേക്ക് പോണത്, പിന്നെയും തഹജ്ജുദിലായിട്ട് അവർ ജീവിക്കണത്. ഒക്കെ ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ സുബൈക്ക് ശേഷം തുടങ്ങിയാൽ അസറിൻ്റെ ശേഷവും 1-ാം ദർസിലും 2-ാം ദർസിലും ഒക്കെ സബുഖായിരിക്കും. അത്രക്ക് കുട്ടികൾ 100-300 മുതഅല്ലിമീങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി കിടന്നുറങ്ങിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് പിന്നെയും എഴുന്നേൽക്കണത്, ഖുർആൻ ആസ്വദിച്ച് പാരായണം ചെയ്യണത്, ഖുർആനിൻ്റെ ഓരോ ആശയവും ഉള്ളിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യേണ്ടയിടത്ത് ദ്വാർന്ന്, കാവൽ ചോദിക്കേണ്ടയിടത്ത് കാവൽ ചോദിച്ച്, ചില സന്ദർഭങ്ങളിൽ ഉറക്ക പൊട്ടിക്കരഞ്ഞ് ചാലയത്ത് ദർസെടുക്കുന്ന സമയത്ത് അയൽവാസിയാവുന്ന ഒരു തങ്ങൾ ഓടി വരുന്നുണ്ട്. എന്താ മൗലവി പാപ്പാക്ക് പറ്റിയതെന്നും കരുതിയിട്ട് അയാൾ ഓടി വന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് പള്ളിയുടെ അകത്തേക്ക് എത്തിയപ്പോൾ ഖുർആൻ തുറന്നു വെച്ചിട്ട് ആ 2 വെളിച്ചത്തിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഉസ്താദ്, ആൾക്ക് മനസ്സിലായി പ്രശ്നമൊന്നുമില്ല എന്ന്. പിന്നെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ച് അന്വേഷിച്ചു ഉസ്താദിനോട്. ആ സമയത്ത് മടിച്ച് ഉസ്താദ് പറഞ്ഞത് എന്തായിരുന്നു, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ നരകത്തിൻ്റെ ഭാഗത്തി, അപ്പം എനിക്ക് നൊലോളിക്കാൻ തോന്നിയെന്നാണ്. പിടിച്ച കിട്ടിയില്ല എന്നർത്ഥം. എന്തിനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ദീനീ സേവനം നടത്തിയിട്ട് പിന്നെ ഒന്ന് ഉറങ്ങിയെന്ന് വരുത്തിയതിന് ശേഷം പിന്നെയും ഖുർആനിൻ്റെ ആശയങ്ങളിൽ ഊളിയിട്ട് ഖുർആൻ ഓതാൻ കഴിയണത് എങ്ങനെയാണ്? ഈ ഒരു റബ്ബിനോടുള്ള പ്രണയം കൊണ്ട്. കൂലി കരുതിയിട്ടാവില്ല ഇത്. അതുകൊണ്ടാണ് ഇറാ ഗുഹയിലേക്ക് ഉസ്താദ് തന്നെ ഹജ്ജിന് പോയപ്പോൾ കയറി പോകുമ്പോൾ ആ പരിസരത്തൊക്കെ ഇങ്ങനെ മുത്തിയോണ്ട് പോയത്. കല്ലിലിങ്ങനെ മുത്തും, കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇരിക്കും, എന്നിട്ട് ആ മണ്ണിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ മുത്തും. അപ്പുറത്തൊരു കല്ല് കാണും, പാറ കാണും, ഉരുണ്ട പാറ കാണും. ആളുകൾ കൈ വെക്കുന്ന സ്ഥലങ്ങളിൽ ഗാഠമായി ചുംബിക്കും. തലയിൽ വട്ടുള്ള ഇത്തരം ആത്മീയ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തൊരു മുത്തവ വന്നിട്ട് ഷിർക്ക് ഹല്ല് എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ ഓക്കെ ഉസ്താദ് പ്രണയത്തിൻ്റെ കവിതയാണ് പറഞ്ഞത്. അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാരി ശഗിഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സക്കന ദിയാറ. അറിയില്ലടാന്നാണ് ചോദ്യം. മുറ കേസിൻ്റെ കവിതയാണിത്. ആള് ഒരു പൊളിഞ്ഞു വീണ കെട്ടിടത്തിൽ അങ്ങിങ്ങായിട്ട് ചുംബിക്കുകയാണ്. ഇത് കണ്ട ആക്ഷേപം നടത്തിയവരോട് ആ ആൾ പറയുന്നതാണിത്. ഉഖബ്ബിലുദൽ ജിദാറ വദൽ ജിദാറ, ഈ മുറിഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന ചുമരിൻ്റെ അങ്ങിങ്ങായിട്ട് ഞാൻ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. വലാ ഹുബ്ബുദ്ദിയാരി ഷഗിഫ്ന ഖൽബി, ഈ ചുമരിനോടുള്ള പ്രണയമല്ല എന്നെ സ്വാധീനിച്ചത്, പിന്നെയോ വലാക്കിൻ ഹുബ്ബു മൻ സക്കന ദിയാറ, ഈ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ പ്രേയസിയാകുന്ന പ്രണയിനിയാകുന്ന ലൈല. അവൾ താമസിച്ച വീടാണത്. അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ മതിലിനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഉസ്താദ് വിശദീകരിച്ചത്രേ. അള്ളാൻ്റെ റസൂൽ ഈ ദീനിൻ്റെ ഒന്നാമത്തെ പടച്ച റബ്ബിൻ്റെ വഹ്യ് സ്വീകരിക്കാൻ വേണ്ടി നടന്നു പോയത് ഇതേ ഈ വഴിത്താരയിലൂടെയാണ്. ഓരോ കാലാണ് ഞാൻ ചുംബിക്കാൻ ശ്രമിക്കുന്നത്. ഓർ കയ്യച്ച് കയറാൻ സാധ്യതയുള്ള പാറക്കെട്ടിലാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത്. എന്നെ വിടൂ കിഫാ നബിക്ക് അല്ലേ, എന്നെ വിടൂ, നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാം. എൻ്റെ റസൂൽ 16 ദിവസം ഇവിടെ ഭജന ഇരുന്നപ്പോൾ അവിടത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി ഈ മൊട്ടക്കുന്നുകൾ തരണം ചെയ്താണ് ഖദീജ ഉമ്മ കയറി വന്നത്. അവരുടെ കാൽപാദം സ്പർശിച്ച മണ്ണിലാണ് ഞാൻ തൊട്ടുമുത്താൻ ശ്രമിക്കുന്നത്. ഈ പ്രണയത്തിന് ഭാഷകളില്ല. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഈ ഒരു സ്നേഹം, അള്ളാഹുവിനോടുള്ള ഇவ்விധത്തിലുള്ള വിശ്വാസം മനുഷ്യനെ ധീരനാക്കുന്നു, വിജയിയാക്കുന്നു, ധർമ്മനിഷ്ഠനാക്കുന്നു, സത്യസന്ധനാക്കുന്നു. നന്മയുടെ സർവമാന വിശേഷണങ്ങളും അവനിൽ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. ഇതാണ് ഈ ആദർശം. ഇത് ബോധപ്പെടാത്ത ആൾക്ക് ഞാൻ എക്സാന്ന് പറയാം, അവന് വയ്യാന്നോ ഡബ്ല്യു എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഉൾക്കൊണ്ടയാൾ ശരീരത്തിൻ്റെ താഴ്ഭാഗം മുതൽ ഛേദിച്ച് മുകളിലെത്തിയാലും അള്ളാഹു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ബിലാൽ ബിൻ റബാഹ പറഞ്ഞത്. അതാണ് സർവ്വപൂർവികരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.